കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി. തൃശൂർ ജില്ലയിലെ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് ഐശ്വര്യയെ കണ്ടെത്തിയത്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് കുഴിത്തുറ സ്വദേശി ഐശ്വര്യ അനിലിനെ കാണാതാകുന്നത്. ഈ മാസം 18-ാം തീയതിയാണ് കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് 20 വയസ്സുകാരി ഐശ്വര്യ അനിലിനെ കാണാതായത്. വീട്ടിൽ നിന്നിറങ്ങിയ ഐശ്വര്യ വഴിയിൽ കണ്ട സ്കൂട്ടറിൽ കയറി കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. 11:30 കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തിയ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. മുംബൈയിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടന്നത്. ഒടുവിൽ തൃശൂരിലെ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തി. മുൻപ് പോയിട്ടുള്ള തൃശൂരിലെ ധ്യാന കേന്ദ്രത്തെപ്പറ്റി കുടുംബം പറഞ്ഞതാണ് കേസിൽ വഴിത്തിരിവായത്. കഴിഞ്ഞ ദിവസം മകൾ അമ്മയുമായി വഴക്കിട്ടിരുന്നു. പഠിക്കുന്ന കാര്യത്തെ ചൊല്ലിയല്ല, കൂടുതൽ സമയം കമ്പ്യൂട്ടറിൽ ഗെയിമിൽ മൊബൈലിൽ ഇരിക്കുന്നതിനെ ചൊല്ലി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ വഴക്ക് പറയും. 17-ാം തീയതി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗെയിമിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗെയിം അങ്ങനെ കളിക്കുന്നുണ്ടോ കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വഴക്കിനു പിന്നാലെ യുവതി പിണങ്ങിപ്പോയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ട്രെയിനിൽ യുവതി തൃശൂരിലെത്തിയതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. നിലവിൽ കൊരട്ടി പോലീസ് സ്റ്റേഷനിലാണ് യുവതിയുള്ളത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.